ഇന്ന് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നിറങ്ങി. ഇന്ന് ശബരിമലയിൽ ഇപ്പോൾ അവിടെ സന്ദർശനമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് അറിയാം, വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് ഇവിടെ രാഷ്ട്രപതി പോകുന്ന വഴികളിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്കറിയാൻ സാധിച്ചത് അവിടെ ശബരിമലയിൽ പ്രമാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഹെലികോപ്റ്റർ വന്നിറങ്ങിയപ്പോൾ തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതായത് ഹെലികോപ്റ്റർ വന്നിറങ്ങിയ ഉടനെ ആ ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അത്രേ. അപ്പോൾ അവിടെ ഹെലികോപ്റ്റർ താഴുന്ന അതിൻ്റെ ഒരു ടയറുകൾ അവിടെ താഴുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വരുന്നത്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലൊക്കെ 5ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന, ഒരുപക്ഷെ രാജ്യാന്തര തലങ്ങളിലും ആഗോളതലത്തിലൊക്കെ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്നത്. ഒരുപക്ഷെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ രാജ്യത്തിന് കിട്ടിയ ഒരു വില, അത് ഒരുപക്ഷെ പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. മോദി നമുക്കറിയാം, പ്രധാനമന്ത്രി എവിടെ പോയാലും ഏത് രാജ്യത്തിലെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചാലും ഒരു വല്ലാത്തൊരു ബഹുമാനം നമ്മുടെ രാജ്യത്തോട് അവർ കാണിക്കുന്നതായിട്ട്, അതായത് പ്രധാനമന്ത്രിയോട് കാണിക്കുന്ന ഒരു ബഹുമാനം നമ്മുടെ രാജ്യത്തിനുള്ളതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ രാജ്യത്തിന് പ്രാധാന്യം എന്ന് പറയുന്ന അത്രമാത്രമാണ്. ഇന്ന് നമ്മുടെ പ്രഥമ വനിതയാണ് രാഷ്ട്രപതി ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലെത്തിയിരിക്കുന്നു. വളരെ എന്താ പറയുക, സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നമ്മളൊക്കെ സ്വീകരിക്കേണ്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്ന് രാഷ്ട്രപതി എന്നത് എന്താണെന്ന് വില കൽപ്പിക്കുന്ന ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവില്ല. പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, റോഡുകളൊക്കെ അപ്പോഴാണ് വൃത്തിയാക്കുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും VIP വരുമ്പോഴാണ് നമ്മുടെ തലസ്ഥാന നഗരമൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കുന്നതാണ്. ഈ പറയുന്ന മരച്ചില്ലകളൊക്കെ മുറിച്ച്, ഞാൻ ഇന്നലെ മുതൽ കാണുന്നുണ്ട് ഈ രാജ്ഭവൻ ഇങ്ങോട്ട്, അതായത് നമ്മുടെ ഈ പേട്ട ഇങ്ങോട്ടൊക്കെ വരുന്ന എയർപോർട്ട് റോഡ് മരച്ചില്ലകളൊക്കെ മുറിച്ച് അത്യാവശ്യം വൃത്തിയൊക്കെ ആക്കി ബാരിക്കേഡൊക്കെ തീർത്ത് പോലീസുകാരെയൊക്കെ നിർത്തിയിരിക്കുന്ന രംഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇവർ വരുമ്പോഴാണ് കാണുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഇതൊക്കെ അപ്പോഴും പോകുന്നത്. അല്ലെ, പണ്ടൊരു പഴഞ്ചൊല്ല് പറയുന്നതാണ്, ഇതിനകത്തൂടെ പറയാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ, നമ്മൾ ഈ പറയുന്ന ഛർദ്ദിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ എവിടെ ഛർദ്ദിക്കണോ എന്നുള്ളൊരു തീരുമാനം. വേറെ രീതിയിലും പറയാം, അത് ഞാൻ ഇപ്പോൾ പച്ചയ്ക്ക് പറയുന്നില്ല. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. അത് പോട്ടെ, എന്തായാലും അവർ ഒരുപക്ഷെ പ്രധാനമന്ത്രിയൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വിപുലമായിട്ടൊക്കെ കണ്ടേനെ, കുറച്ചുകൂടെയൊക്കെ നീറ്റ്നെസ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ രാഷ്ട്രപതി വരുന്നതുകൊണ്ട് അത്ര വലിയ ഇതൊന്നും, കോലാഹലങ്ങളോ അത്ര വലിയ ഇതൊന്നും കണ്ടില്ല. നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു ബഹുമാനമുണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടോ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇച്ചിരി വൃത്തികേടായിട്ടൊക്കെ അവിടെ എവിടെയും കിടന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്, സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. എത്തരത്തിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയില്ല. ഇതിപ്പോൾ ആദ്യം നിലയ്ക്കലായിരുന്നു ഹെലികോപ്റ്റർ വന്നിറങ്ങേണ്ടത്. പക്ഷേ ചില കാലാവസ്ഥയുടെ ചില വ്യത്യാസങ്ങളൊക്കെ കാരണം പ്രമാടത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, നമ്മൾ പ്ലാൻ 1ഉം പ്ലാൻ ബിയും ഉണ്ട്. പ്ലാൻ 1 സക്സസ് ആയില്ലെങ്കിൽ പ്ലാൻ ബി നടക്കണമെന്നുള്ളത്. രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരിക എന്ന് പറയുന്നത്, ശബരിമല എല്ലാവർക്കും അറിയാം ഒരു വനാതിർത്തിയാണ്, കാടും മേടും ഒക്കെയുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ നിരവധി അപകട സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ നീക്കി വെച്ചത്. ഒരുപാട് തവണ മാറ്റിവെച്ചു. അപ്പം അത്രമാത്രം ഇപ്പോൾ രാഷ്ട്രപതി ആദ്യം വന്നിറങ്ങുന്ന കൃത്യമായിട്ടുള്ളൊരു സമയമൊന്നും അല്ല ഒരുപക്ഷെ എടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ സുരക്ഷയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ട് മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ജനത്തെ അറിയിക്കാതിരിക്കാനായിരിക്കാം, കാരണം എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനായിരിക്കാം എന്ന് കരുതി. പക്ഷെ പ്രമാടത്ത് വന്നിറങ്ങിയ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ പൊതിയുന്നവരെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹെലികോപ്റ്ററൊക്കെ പെട്ടെന്ന് വന്നിറങ്ങി അതിൽ ഇങ്ങനെ പൊതിയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ മറിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളിടത്തുനിന്ന് അയ്യപ്പൻ്റെ ഒരു കൃപാകടാക്ഷം കൊണ്ട് ദ്രൗപദി മുർമു രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. കോൺക്രീറ്റിൽ പൊതിഞ്ഞ് ടയർ പോയിരിക്കുകയാണ്. കോൺക്രീറ്റ് എപ്പോഴായിട്ട് ഇന്ന് രാവിലെയാണ്. അപ്പം ഈ ഞാൻ ആദ്യം പറഞ്ഞ പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്നത്, രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രപതിക്ക് ഒരു പടി കൂടി നമുക്കൊരു പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നിലയ്ക്കൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പ്ലാൻ ബി മറ്റെവിടെങ്കിലും ഇറക്കണം എന്നുള്ള ഒരു തോന്നൽ വേണമല്ലോ. കാരണം ഇപ്പോൾ മഴ സമയമാണ്, എന്ത് സംഭവിക്കാം, ഇനി ഹെലികോപ്റ്ററിലൂടെ പോവാൻ പറ്റാണ്ടത്ത അവസ്ഥ വരാം, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം
പ്ലാൻ ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് നമുക്കാണെങ്കിൽ ഇവിടെ ഇപ്പൊ നല്ല മഴയാണ്, നല്ല മഴ കൂടിയാണ്. അതെ, ഇന്നിപ്പോ 2-3 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്ന് റെഡ് അലർട്ടാണ്, ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ്. അപ്പൊ ഈ ഒന്നാമത് ഇതൊക്കെ ഈ പറയുന്ന ശബരിമല അങ്ങോട്ട് എരുമേലിയൊക്കെ ഭാഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും മഴ സമയം വനാതിർത്തിയില്ലേ. അപ്പൊ ഈ പറയുന്നോണം ഈ നിലയ്ക്കൽ ഇറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രമാടത്ത് ഒരു ഓപ്ഷൻ ഇട്ട് വെക്കണമായിരുന്നു. എന്നേ പ്ലാൻ ചെയ്തതാണ് രാഷ്ട്രപതി വരുമെന്നുള്ളത്. ഇത് എന്നേ ഇതെല്ലാം സെറ്റ് ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇന്ന് രാവിലെ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ഇട്ട് എത്ര ബോധമുണ്ട്. കോൺക്രീറ്റ് ഒന്നത് ഈ മഴ സമയത്ത് പിടിക്കുക, അത് നല്ല വെയിൽ കിട്ടി കുറച്ച് ഉറയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് വന്നിറങ്ങുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്ന് പറഞ്ഞോടെ അത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ തള്ളുന്ന ഒരു രംഗം ഒരു പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടല്ലേ, നമ്മുടെ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് നാണക്കേടല്ലേ. വ്യോമസേനയിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വന്ന് ഇത് തള്ളുക, ഇതെന്ത് കാറാണോ തുള്ളത്. ട്രോളുകൾ ഇപ്പോഴേ വന്നു തുടങ്ങി, സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് വന്നതാര്, അവരെ എങ്ങനെ സുരക്ഷിതമായിട്ട് ഇനിയിപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് തിരിച്ചു വരുന്നത് വരെയും. നമുക്കറിയാം വനാതിർത്തിയാണ്, ഈ പറയുന്നോണം മാവോയിസ്റ്റുകളൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഏത് സമയത്തും എന്തും അല്ലേ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പഹൽഗാം പോലുള്ള ഒരു ആക്രമണം നേരിട്ട് ഇപ്പോഴും പാകിസ്ഥാന്റെ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വനാതിർത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കും ഇത് ഏത് സ്ഥലത്ത് നിന്ന് എങ്ങനെ വരും എന്താണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കേരളത്തിലുള്ള വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വരുന്ന അത്ര പോലെ എളുപ്പമല്ല ശബരിമല ഇത്രയും കിലോമീറ്റർ താണ്ടി അവിടെ ചെല്ലുക. കാരണം അവിടേക്ക് മറ്റൊരു മാർഗ്ഗമില്ല. ഇതിപ്പോ പോകുന്ന ഒരു വാഹനം ജീപ്പിലാണ് പോകുന്നത്. അത് ഗൂർഖ വാഹനം, അതിന്റെ വീലക്കിന്റെ ഒക്കെ സൈസൊക്കെ വലിയ സൈസാണ്. അപ്പൊ അത്ര ആ ഒരു ഇതിലാണ് പോകുന്നത്. അതിൽ ഈ പറയുന്നതോടെ വളരെ സുരക്ഷാ സംവിധാനത്തോടു കൂടി വേണം രാഷ്ട്രപതി അവിടെ എത്താനും തിരികെ കൊണ്ടുവരാൻ. നമ്മളുടെ ചുമതലയാണ്, ഈ ഭരിക്കുന്നവരുടെ ചുമതല. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന വേഷവും കെട്ടിക്കൊണ്ട് നടക്കുന്നത്? ഇത്രയും വലിയ അദ്ദേഹം പോകുമ്പോൾ 10-12 പൈലറ്റ് വാഹനങ്ങളും അതും ഇതും ഒന്ന് കാണണം. മനുഷ്യനെ ബ്ലോക്ക് ചെയ്ത് നിർത്തി ആ ക്ലിഫ് ഹൗസിന്റെ ചുറ്റുമുള്ളവർ ഇപ്പോഴും പറയും എങ്ങനെയെങ്കിലും ഒന്ന് പിണറായി വിജയൻ ഒന്ന് പോയി കിട്ടിയാൽ മതി. കാരണം നേരത്തെയുള്ള മുഖ്യമന്ത്രിമാരൊന്നും ഇരുന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. നമ്മൾ കണ്ടതാണ് ഇടയ്ക്കൊരു സംഘർഷത്തിന് ഒരു കുട്ടിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് വിശക്കുന്ന ഒന്നുകിൽ എന്നെ കടത്തിവിടണം അല്ലെങ്കിൽ ചോറ് വാങ്ങിച്ചു തരണം. സത്യം അത്രയ്ക്ക് ആ നാട്ടുകാർക്ക് പോലും ഇപ്പോൾ ഒരു പുച്ഛാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും പുച്ഛ. കാരണം അവര് കാണുന്നതാണിത്. അപ്പോൾ അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള മുഖ്യമന്ത്രിക്ക്, എന്നും സുരക്ഷാ സംവിധാനങ്ങളുള്ള മുഖ്യമന്ത്രിക്ക്, പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒന്നുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന വ്യക്തി വന്നപ്പോൾ അല്ലേ, പ്രഥമ വനിത വന്നപ്പോൾ എന്താണ് ഇത് കാണിച്ചിരിക്കുന്നതെന്നുള്ള മനസ്സിലാവുന്നത്. ഇതുപോലെ പണ്ട് ഒരു സമയത്ത് ഇത്തരത്തിലുള്ള സുരക്ഷ മൻമോഹൻ സിംഗ് വന്നപ്പോൾ രാജ്ഭവനിലേക്കുള്ള, എയർപോർട്ടിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഈ പൈലറ്റ് വാഹനം ഓടിച്ചിരുന്നത് ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്, സത്യമാണോ എന്നുള്ള അറിയില്ല. കോവളത്തൊക്കെ ഇങ്ങനെ സാധാരണ ഓടിച്ചിരുന്ന ഒരു ടാക്സി ഡ്രൈവറെ കണ്ടുപിടിച്ച് പൈലറ്റ് വാഹനം ഓടിക്കേൽപ്പിച്ചു. ഇത് എന്ത് ചെയ്തു, അവസാനം ഈ നമ്മുടെ അണ്ടർഗ്രൗണ്ടിലൂടെ പോയി, അതായത് രാജ്ഭവനിലൂടെ നമ്മുടെ പാളയത്തിൽ നിന്ന് രാജ്ഭവനിലൂടെ പോകാനുള്ളതിന് അണ്ടർഗ്രൗണ്ടിലൂടെ പോയി. പിന്നെ അവസാനം അന്ന് VS അച്യുതാനന്ദനായിരുന്നു. VS എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ലൈബ്രറിയുടെ അവിടെ അദ്ദേഹത്തിൻ്റെ വാഹനം നിർത്തി. അവസാനം ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലേക്ക് എടുക്കുകയൊക്കെ ചെയ്തു. അവസാനം ഇദ്ദേഹത്തിനെ പുറത്തിറക്കിയിട്ട് മറ്റൊരു പോലീസ് ഡ്രൈവറെ വാഹനം ഓടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. എന്തൊരു വലിയ സുരക്ഷാ വീഴ്ചയെന്നാണ്. ആരെയാണ് ഏർപ്പാടാക്കിയത്? ഈ പൈലറ്റ് വാഹനവും വേറൊരു ഡ്രൈവറെ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത്തരത്തിലുള്ള ഇന്നിപ്പോൾ അങ്ങനെ നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അന്ന് അത് നടന്നു, സംഭവിച്ചു. വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് അന്നുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാവുമ്പോൾ നമുക്ക് നഷ്ടമാവുന്ന നമ്മുടെ രാജ്യത്തിന് തലപ്പത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒക്കെ വന്നാൽ ഏറ്റവും അധികം നടക്കണം നമുക്കാണ് അല്ലേ. അപ്പം ഈ പറയുന്ന VIP-കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെയധികം സുരക്ഷിതമായിട്ട് അവരെ തിരിച്ചു പറഞ്ഞയക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും. ഇത് ഭാഗ്യത്തിന് രാഷ്ട്രപതിക്കൊന്നും സംഭവിച്ചില്ല. ഒരു പക്ഷേ ഹെലികോപ്റ്റർ വന്നു, അവർക്കറിയില്ല ഇത് വീൽ താങ്ങത്തില്ല എന്നുള്ളത് അറിയില്ല. പക്ഷെ പെട്ടെന്ന് എങ്ങാനും വന്ന് ഇറക്കി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിയെന്നെ?
വല്ലാത്തൊരു ഇതല്ലേ അവിടെ വന്നത്. അപ്പം അവിടെ ഹെൽപ്പ് പാഡ് എന്ന് പറയുന്ന സംഗതി ഇല്ലായിരുന്നു, പെട്ടെന്ന് നിർമ്മിച്ചതാണ്. പക്ഷേ ഇത് ഓപ്ഷൻസ് കണ്ടെത്തണം, കാരണം ഇന്നതില്ലെങ്കിൽ ഇന്നത് നോക്കണം. കാരണം വേറെങ്ങുമല്ല ഇപ്പോൾ രാജ്ഭവനിലോട്ടോ അല്ലെങ്കിൽ സിറ്റി നമ്മുടെ ഇവിടെ സെക്രട്ടേറിയറ്റിലോട്ടോ ഒന്നും അല്ല രാഷ്ട്രപതി വന്നത്, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലോട്ടല്ല വന്നത്. അവിടേക്കെന്ന് വെച്ചാൽ നമുക്കറിയാം ഓക്കെ ഇങ്ങനെയാണ് സിറ്റി ഏരിയ ആണ്. പക്ഷെ മറ്റേന്ന് വെച്ചാൽ മലകളൊക്കെ ഉള്ള അല്ലെങ്കിൽ കാടുകളുള്ള ഒരു സ്ഥലത്തിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അത്രയും സുരക്ഷ നമ്മുടെ രാഷ്ട്രപതിക്ക് ഉണ്ടാക്കേണ്ട ഒരു ചുമതല ഇവർക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മളെപ്പോഴും വിമർശിക്കുന്നതിനപ്പുറം രാഷ്ട്രപതിയുടെ ഈ ഒരു വരവിനെ പറ്റി നമുക്ക് പറയാം. ശബരിമല വിഷയം ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് രാഷ്ട്രപതി വരുന്നത്. ഇനി വൃശ്ചിക മാസം മണ്ഡലകാല പൂജയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, കേന്ദ്രത്തിലുള്ളവർക്കും അയ്യപ്പനോട് വല്ലാത്ത വിശ്വാസവും സ്നേഹവും ഒക്കെ തന്നെയാണ്. അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ ഇന്ന് ദ്രൗപദി മുർമു വ്രതം അനുഷ്ഠിച്ച് അതൊക്കെ ഒരു പക്ഷേ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും പിണറായി സർക്കാരും ഒക്കെ ഒന്ന് കാണണം. ഒരു കാലത്ത് കുറച്ച് സ്ത്രീകളെ, ഒരു വിശ്വാസവും ഇല്ലാത്ത കുറേ സ്ത്രീകളെ കൊണ്ടുവന്ന് മല ചവിട്ടി അവിടെ അശുദ്ധമാക്കിയ, അങ്ങനെ തന്നെ ഞാൻ പറയേണ്ടിയിരിക്കുന്നത്, അശുദ്ധമാക്കിയ പിണറായി സർക്കാർ ഇത് കാണണം. എങ്ങനെയാണ് അവർ മല ചവിട്ടാൻ പോകുന്നതെന്ന് വിശുദ്ധിയോടുകൂടി, വ്രതശുദ്ധിയോടുകൂടി, ഇരുമുടിക്കെട്ട് നിറച്ച് ആ ഒരു രീതിയിൽ അവർ പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രപതിയാണ് ഇത് കാണിച്ചു കൊടുക്കുന്ന മറ്റുള്ള സ്ത്രീകൾക്കാണ്, ഈ ആക്ടിവിസ്റ്റുകൾക്കും ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾക്കും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ രാഷ്ട്രപതിയായ അവരൊരു സ്ത്രീയാണ് അല്ലേ. അവർ കാണിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഇതെങ്കിലും കണ്ട് പഠിക്കുക എന്നുള്ളത്. അതും അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ രാഷ്ട്രപതി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആദ്യത്തെ രാഷ്ട്രപതിയാണ് നമ്മുടെ കേരളത്തിൽ എത്തുന്നത്. പക്ഷെ അതിന് മുന്നേ 1973 വി ഗിരി അന്നത്തെ രാഷ്ട്രപതി, അദ്ദേഹം രണ്ടാമത്തെ വട്ടമാണ് ശബരിമല പോകുന്നത്. ആദ്യം അദ്ദേഹം കേരള ഗവർണർ ആയിരുന്ന സമയത്ത് 1962 അദ്ദേഹവും ഫാമിലിയൊക്കെ അന്ന് പോയിരുന്നു. പിന്നീട് വി ഗിരി വന്നു. പക്ഷെ ആ ഒരു വരവിൽ കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അന്ന് അദ്ദേഹം വന്നപ്പോൾ ഡോളിയിലാണ് അദ്ദേഹത്തിന്, ഇന്നിപ്പം ഈ രാഷ്ട്രപതി ജീപ്പിൽ പോയി എന്നൊരു ഇത് നമുക്ക് പറയാം. പക്ഷെ അന്നത്തെ കാലത്ത് ഡോളി 4 പേര് വഹിച്ച ഡോളിയാണ്. അപ്പം അതിനുശേഷം രാഷ്ട്രപതി പറഞ്ഞു എന്നെ വഹിച്ച ഈ 4 പേർക്കും കേന്ദ്ര സർക്കാരിൻ്റെ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ അതിൽ ഒരാൾക്ക് മാത്രം കിട്ടിയില്ല. അറിയാമോ കഥ? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതെ, 81 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഒരബദ്ധം പറ്റി. അദ്ദേഹത്തിന് ഫാമിലിയിൽ കുടുംബത്തിൽ വന്ന് പോലീസ് എൻക്വയറി വന്നപ്പം പേടിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഒന്നുമില്ല, എന്നെ പോയെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഈ അടിയന്തരാവസ്ഥ കാലമൊക്കെ വന്നപ്പോഴത്തേനും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഫയലുകളൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം ജോലി കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കിട്ടി. അദ്ദേഹം ഇന്നും അദ്ദേഹത്തിന് മകനൊന്നും വയ്യാണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം സെക്യൂരിറ്റി പോകുന്നുണ്ട് സെക്യൂരിറ്റി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വല്ലാത്ത അവസ്ഥ നോക്കിക്കോണം, വിധി എന്ന് പറയാനല്ലാതെ എന്ത് പറയാൻ. പക്ഷെ അന്ന് ആണ് ഈ ഡോളി എന്ന് പറയുന്ന സമ്പ്രദായം അന്ന് മുതലാണ് ശബരിമലയിൽ വരുന്നത്. വി ഗിരി വന്നതിന് ശേഷമാണ് വരുന്നത്. പിന്നെ അതിനുശേഷം 5 പതിറ്റാണ്ടിന് ശേഷം ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ് വരുന്നത്. ഇനി അടുത്ത നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയ്യപ്പനെ കാണാൻ വലിയ വലിയ VIP-കളും VVIP-കളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഒരു ചൈതന്യം ഒരു പക്ഷേ ശബരിമലയ്ക്കുണ്ട്. ആഗോളതല സംഗമമൊക്കെ നടത്തിയപ്പോൾ ഒന്ന് ചിന്തിക്കണം, നിങ്ങളത് തമാശയായിട്ടാണെന്നുണ്ടെങ്കിലും പക്ഷേ ഈ ലോകത്തിൽ അയ്യപ്പൻ എന്താണ്, അയ്യപ്പൻ്റെ എന്താ പറയുന്നത്, അതിലുള്ള വിശ്വാസം എന്താണെന്ന് ഒരു പക്ഷേ ലോകത്തിൽ പല കോണുകളിൽ നിന്ന് പലർക്കും അത് അറിയാൻ പറ്റുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ നല്ലൊരു വിശ്വാസിയാണ്, ദ്രൗപദി മുർമു ഒക്കെ ആണെങ്കിലും. അതുകൊണ്ടാണല്ലോ അവർ ഇത്തരത്തിൽ അയ്യപ്പ സന്നിധിയിൽ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലേ വരുന്നത്. ഒരുപക്ഷെ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാതെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ വരും. മറ്റൊരു ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നടന്നു പോയി കാണാം എന്നുള്ള ഈ രീതിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കാടും മലയൊക്കെ താണ്ടി വേണം അയ്യപ്പനെ, ഏതാണ്ട് എത്രയോ കിലോമീറ്റർ താണ്ടി വേണം അയ്യപ്പൻ്റെ സന്നിധിയിലെത്താൻ. അന്ന് ഒരു പക്ഷേ വി ഗിരി വന്നപ്പോൾ 1001 കതിന ഒക്കെ മുഴക്കിയാണ് അദ്ദേഹത്തെ വരവേറ്റത്. പക്ഷേ ദ്രൗപദി മുർമു വന്നത് ഇപ്പം കണ്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് പുതച്ച് കോൺക്രീറ്റിൽ അടിച്ചിട്ട് വലിയ സ്വീകരണമൊന്നും അല്ല പിണറായി സർക്കാർ നൽകി. പിണറായി സർക്കാർ മന്ത്രി അവിടെ ഉണ്ട്, VN വാസവൻ അവിടെ മുൻപിൽ തന്നെ ഉണ്ട്. അദ്ദേഹം പോയാലും അദ്ദേഹം തൊഴുവാനല്ലല്ലോ പോകുന്നത്, അവിടെ ഇങ്ങനെ ചെന്ന് നിൽക്കുമല്ലോ. പിന്നെ 18ാം പടിയൊക്കെ ചവിട്ടി അവർ ഈ പറയുന്ന ഇന്നത്തെ ഉച്ച പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട്
ഇറങ്ങുന്നത്. ഏതായാലും ഈ പറയുന്നത് പോലെ VV ഗിരിക്ക് ശേഷം എത്തിയ നമ്മുടെ രാഷ്ട്രപതി, പക്ഷേ എന്ത് ചെയ്യാനാ, ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ പൊതിഞ്ഞു. ഭാഗ്യത്തിന് രാഷ്ട്രപതിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ ആ ഹെലികോപ്റ്റർ തള്ളുന്ന ആ ഒരു തള്ളൽ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഇരിക്കുന്ന നിമിഷത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്, ട്രോളുകൾ വന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രപതിയുടെ ഈ ഒരു ഹെലികോപ്റ്റർ തള്ളുന്നു എന്നുള്ളത് ഒരു പക്ഷേ ആഗോളതലത്തിൽ ഒരു ചർച്ചയാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അല്ലേ, നമ്മുടെ ഈ കേരളത്തിലെ ഈ ഭരിക്കുന്ന ഇവർ കാരണം നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേട്. കണ്ടോ ഇന്ത്യയുടെ അവസ്ഥ, കണ്ടോ ഒരു രാഷ്ട്രപതി വന്നിട്ട് ഹെലികോപ്റ്റർ കാറ് തള്ളിപ്പോന്നോണം പോകേണ്ടുന്ന അവസ്ഥ കണ്ടോ. ഇതൊക്കെ പലരും എടുത്തിട്ട് ഇത് നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ ഇടയിലുള്ള കുറച്ച് കൊച്ചു കേരളത്തിലെ ആൾക്കാരെ കാണത്തുള്ളൂ. ഒന്നുമല്ല, ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും എല്ലായിടത്തും. ഒരുപക്ഷെ പാകിസ്ഥാനിൽ ഇത് പ്രചരിച്ച് അവന്മാർ എടുത്തിട്ട് ട്രോളാക്കും. ഇതിനൊക്കെ നാണക്കേടുണ്ടാക്കിയത് ഒരുപക്ഷെ നമ്മുടെ ഈ ഭരണത്തിൻ്റെ പിടിപ്പിക്കേട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് നേരത്തെ പോയി മുൻകൂട്ടി സുരക്ഷാ സംവിധാനങ്ങൾ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഇത് മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ള VVIPകളുടെയും മറ്റ് ആര് വന്നാലും അവരുടെ സുരക്ഷാ ചുമതല കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ വീഴ്ച എന്തായാലും സംഭവിച്ചിരിക്കുന്നു. ഇനി സംഭവിച്ചു. ഇനി അയ്യപ്പൻ്റെ കൃപയാൽ അവർക്കൊന്നും സംഭവിച്ചില്ല. ഇനി അയ്യപ്പൻ്റെ കൃപയാൽ പോയി തൊഴുത് സമാധാനത്തോടെ സന്തോഷത്തോടെ തിരിച്ചു പോകാൻ നമ്മുടെ രാഷ്ട്രപതിക്ക് കഴിയട്ടെ.